ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷരാസ് ടാരോട്ട് അവേക്കനിങ്. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കുന്നത്, നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാതയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഔട്ട്കം ലൈഫിൽ കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ പല ഹാർഡായ ഡിസിഷൻസ് എടുത്ത് മൂവ് ചെയ്യുന്നവരുണ്ടാവും. അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയാലും ഫിനാൻഷ്യൽ ബേസിസിലായാലും കരിയർ വൈസിലൊക്കെ ഒരുപാട് തീരുമാനങ്ങളെടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തു പോകുന്ന വ്യക്തികൾക്ക് പലപ്പോഴും നേരിടുന്നൊരു പ്രശ്നമാണ്. ഈ ഒരു വഴിയിലൊക്കെ പോകാനുള്ളൊരു തീരുമാനം എടുത്തു, ബട്ട് അത് മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ഒരു ഔട്ട്കം എനിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്കുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോഴാണ് കാണുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുമായിട്ട് റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ എനർജീസുമായി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റീഡിംഗ് സ്വീകരിക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്കപ്പോൾ റീഡിങ്ങിനായി ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ നോക്കാം. ക്യൂൻ ഓഫ് വാണ്ട്സ്, 6 ഓഫ് സ്വാർഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് സ്വാർഡ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ദ സ്റ്റാർ, King of Pentacles, the Hanged Man. ഇത്രയുമാണ് ഇവിടെ റീഡിങ്ങിൽ ലഭിച്ചിരിക്കുന്ന കാർഡുകൾ. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ഒരുപാട് പാഷനോടുകൂടിയും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫയർ അത്രയും ആളിക്കത്തുന്ന ഒരു സ്റ്റേജിൽ തന്നെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ ഒരു പാഷനെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തിക്കുന്നത് ഒരുപാട് ഹർഡിൽസ് ഫേസ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങൾ. അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം ഒരുപാട് മുമ്പെടുക്കേണ്ട തീരുമാനങ്ങളായിരിക്കാം, പക്ഷേ അത് ഡിലേയ്സ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല മാനസിക ബുദ്ധിമുട്ടുകൾ, അതെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നുകൊണ്ട് തന്നെ നിങ്ങൾ പക്ഷേ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് അത്രയും ബോൾഡായൊരു തീരുമാനം അല്ലെങ്കിൽ ബോൾഡായൊരു സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നതെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അത് കഴിഞ്ഞ നിങ്ങളുടെ സ്ട്രഗിൾസിനെല്ലാം പിന്തള്ളിക്കൊണ്ട് കൂടുതലുമായിട്ടും പല വ്യക്തികളിലൂടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഇമോഷണലായിട്ടുള്ളൊരു ട്രാൻസിഷൻ സംഭവിച്ചിരിക്കുന്ന ആയിട്ടാണ്. അതായത് ഇമോഷണലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ തീരുമാനം എടുക്കാൻ തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ഒരുപാട് വേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട്. എന്തായാലും ആ കഴിഞ്ഞ ഒരുപാട് നിങ്ങളെ ദുഃഖിപ്പിച്ച കാര്യങ്ങളെല്ലാം പിന്തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ അതിപ്പോഴും ചിലരുടെ എല്ലാം മൈൻഡിൽ കുറച്ചുകൂടി ഹോണ്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ അതിലൊരു 80% നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ജേണി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പാത്ത് ഫോളോ ചെയ്ത് പോകുമ്പോൾ മുന്നോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ജഗ്ലിംഗ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. പല കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യം ചിലപ്പോൾ വരും. മറ്റൊന്നുമല്ല, ചിലപ്പോൾ നിങ്ങൾക്കത് ഇമോഷണലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ എന്നുള്ളതായിരിക്കാം. പല മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഈ ഒരു ഡിസിഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നേരിടേണ്ട ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലെല്ലാം എല്ലാം ബാലൻസ് ചെയ്യാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് മാനസികമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യം ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു ജഗ്ലിംഗ് സ്റ്റേജ് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കാത്ത തിരിച്ചടി പോലെയൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു ജേണി അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളത് മാനേജ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ജഗ്ലിംഗ് അത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കാം. പല മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഈ ഒരു ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, പല തകർച്ചയും, നമ്മളെടുത്ത തീരുമാനങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു എന്നുള്ള പല സ്റ്റേജൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മൾ ചിലപ്പോഴും എക്സ്പെക്റ്റ് ചെയ്ത കുറച്ച് വ്യക്തികൾ നമ്മുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഒരു ജേണി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവർ പിന്തിരിഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയുണ്ടാകും, അല്ലെങ്കിൽ പകുതി വഴിയിൽ ആ ഒരു നിങ്ങളുടെ ഒരു തീരുമാനം പിന്തുണച്ച ആൾക്കാർ മാറിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കോൺഫിഡൻ്റ്ലി തന്നെ മൂവ് ചെയ്യുക. നിങ്ങൾക്കിവിടെ ഒരു ഫിനാൻഷ്യൽ ഗെയിനൊക്കെ കാണുന്നുണ്ട് ആ ഒരു ജേണിയിൽ കൂടെ. ഒരു പുതിയ തുടക്കങ്ങൾ, അതൊരു ഈ ഫേസസ് എല്ലാം നിങ്ങൾ ഫേസ് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുന്നത്. അവിടെ നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി ഒരു നല്ലൊരു ഔട്ട്കം തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഹോപ്പ്, അതായത് ഈ ഒരു സ്റ്റേജിലെല്ലാം നിങ്ങൾ മാനസികമായി തകർന്നു, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾ കുറച്ചും കൂടി കോൺഫിഡൻസ് ഉയർന്നു വരുന്ന ഒരു ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്റ്റേജ് വരുന്നുണ്ട്.
നിങ്ങൾ എന്തായാലും ഈ ഒരു ജേർണിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ ഡിസിഷൻ എടുത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അബണ്ടൻസ് നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട്. ഈ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി, ഒരുപാട് പേര് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾ മറക്കുന്ന ഒരു ടൈമായിരിക്കും അത്, ആ ഒരു സ്റ്റേജിലെത്തി നിൽക്കുമ്പോൾ. മാത്രമല്ല നിങ്ങളുടെ ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളെന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന രീതിയെല്ലാം മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഒരു ന്യൂ പേഴ്സണായി തന്നെയാവും നിങ്ങൾ ഈ ഒരു ത്രൂ ഔട്ട് ജേർണി കഴിഞ്ഞ് എൻഡിലെത്തുമ്പോൾ നിൽക്കാൻ പോകുന്നത്. നിങ്ങളുടെ ചിന്താഗതി മാറുന്നു, അല്ലെങ്കിൽ എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കാനും വിട്ടുകളയേണ്ട കാര്യങ്ങൾ വിട്ടുകളയാനും പുതിയ തലങ്ങൾ നിങ്ങൾ ചിന്തിക്കാനും, അങ്ങനെ ഒരു ന്യൂ ബർത്ത് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള പേഴ്സണാലിറ്റിയിലേക്കാണ് നിങ്ങളിപ്പോൾ മാറാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി ചിലരൊക്കെ ഒരു 50% ക്രോസ് ചെയ്ത് ഈ ഒരു ജേർണിയിലേക്ക് എൻറർ ചെയ്ത ആൾക്കാരുണ്ടാവും. ചിലരത് തീരുമാനം ജസ്റ്റ് എടുത്തിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ത്രൂ ഔട്ട് ജേർണി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജസ്, ഒരു ഫസ്റ്റ് ഇവിടുത്തെ ഒരു 4 to 5 കാർഡ്സ് ആണ് നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾസ് ഉള്ളത്. അതിനുശേഷം നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി വർത്ത്ഫുൾ ആകുന്ന ഒരു ടൈം തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് പാത്ത് ഇപ്പോൾ ഫോളോ ചെയ്താലും ഇതായിരിക്കും നിങ്ങളുടെ ഔട്ട്കം വരാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കാം. റെസനേറ്റ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.